നമസ്കാരം. എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട്? തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് അതിഗംഭീരം. എങ്ങനെ പേരെങ്ങനെയാ? ബിജോയ് തോമസ് എന്ന് പറയും. അതിഗംഭീരമാണ്. അതിഗംഭീരമാണ്. 3 പേരും ഗംഭീരന്മാരാണല്ലേ? 3 പേരും ഗംഭീരന്മാരെന്ന് പറയില്ല. സുരേഷ് ഗോപി ഗംഭീരമാണ്. ഒരു നല്ല മനുഷ്യൻ ജയിക്കട്ടെ. ഈ 2019 സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാൻ വരുന്നത് ലോക്സഭയിൽ. ഈ 2024 വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു വിജയത്തിലേക്ക് എത്തത്തക്ക വിധത്തിൽ ആ ഒരു പ്രചരണം വളർന്നു കഴിഞ്ഞോ? തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഇവിടെ നിന്ന് പോകുകയല്ല ഉണ്ടായത്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ജനങ്ങളുടെ ഇടയിൽ അവരുടെ ആവശ്യങ്ങളുമായിട്ട് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വളരെ സുപരിചിതനും വളരെ മനുഷ്യസ്നേഹിയായിട്ട് എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. അത് തൃശ്ശൂരിന് വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൻ്റെ വികസനത്തിനൊരു വലിയ പുതിയ മുഖം കൊടുക്കാൻ കഴിയുന്ന ആവശ്യമായിട്ടുള്ള ഒരു വിജയമാണെന്ന് തൃശ്ശൂരുകാരെല്ലാവരും കരുതുന്നു. പക്ഷേ എതിർ സ്ഥാനാർത്ഥികളും നിസ്സാരക്കാരല്ല. സാക്ഷാൽ കെ മുരളീധരനും തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട സുനിൽകുമാറുമാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. അവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് തൃശ്ശൂരിന് ബോധ്യമുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ രാജ്യസഭാ അംഗത്വം ആ ഉള്ള സമയത്തും അദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിനേക്കാൾ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് കടന്നു പോകാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. അതാണ് ഒരു വിശ്വാസം. നമുക്കറിയാം, നേരത്തെ ഞാനും കിരണമൊക്കെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 വർഷമായി 4-5 വർഷമായി ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. പക്ഷേ കെ മുരളീധരൻ, നമുക്കറിയാം, ടി എൻ പ്രതാപൻ ഇവിടെ ജയിച്ചു, വലിയ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചു. പക്ഷേ അവസാന നിമിഷം പത്മജ വേണുഗോപാൽ BJP പോകുന്നു അപ്രതീക്ഷിതമായി. നമ്മൾ മാധ്യമങ്ങളൊക്കെ നമ്മളടക്കം വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് അല്ലേ മുരളീധരന്റെ വരവിന്. ആ സർജിക്കൽ സ്ട്രൈക്കിന് അതെങ്ങനെ കാണണം? മുരളീധരൻ നിസ്സാരനല്ല. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ വിശ്വസിച്ച് കോൺഗ്രസിന് ഏത് മണ്ഡലത്തിലും കേരളത്തിൽ മത്സരിപ്പിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതായത് കോൺഗ്രസിന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് മത്സരം കളിപ്പിച്ചു കഴിഞ്ഞു. അതിനേക്കാൾ എനിക്ക് ഒരു കൗതുകമായി തോന്നുന്നത്, സാധാരണഗതിയിൽ ഒരു സ്ഥാനാർത്ഥി പ്രചരണത്തിനിറങ്ങി പ്രചരണം തുടങ്ങി ചുവരെഴുത്ത കഴിഞ്ഞ് അതിന് കഴിഞ്ഞിട്ട് മാറ്റുമ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും പുറമേ കാണിച്ചാലും പുറമേ കാണിച്ചില്ലെങ്കിലും ഒക്കെ ഉള്ളിലെ ഒരു വിഷമം അവരുടെ മുഖത്തെങ്കിലും നമുക്ക് വായിച്ചു, പ്രതിഷേധവും വിഷമവും ഒക്കെ വായിച്ചെടുക്കാൻ കഴിയും. കർണാടക കാലത്തൊക്കെ നമ്മൾ ഓർമ്മയുണ്ടാവും, 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചുവരെഴുത്ത് കഴിഞ്ഞ് മാറ്റി കർണാടകൻ 3 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, ആ 3 പേരെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പക്ഷെ അതല്ല, ഏത് സ്ഥാനാർത്ഥിയായാലും മാറ്റും. വലിയ പ്രതീക്ഷയാണല്ലോ ഒരു സ്ഥാനാർത്ഥിക്ക്, അത് മാറ്റം ഉണ്ടാകും. പക്ഷേ എന്തായാലും ടി എൻ പ്രതാപൻ അങ്ങനെ ആയിരുന്നില്ല. ടി എൻ പ്രതാപൻ വളരെ സന്തോഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥിയേക്കാൾ സന്തോഷത്തോടുകൂടി മാറാം. അതിന് മറ്റു ചിലപ്പോൾ രാഷ്ട്രീയം കാണും, സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് മടങ്ങി വരാമെന്നൊക്കെയുള്ള പ്രതീക്ഷകളൊക്കെ കാണും. എന്തായാലും ആ സമയത്ത് അത് കാണിച്ചു എന്നുള്ളതിനെ നമ്മൾ അംഗീകരിക്കണം. ഈ കെ മുരളീധരൻ വന്നതോടുകൂടിയുള്ള മാറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ, പ്രത്യേകിച്ച് കെ കരുണാകരനൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പത്മജയെ പോലെ കരുണാകരന്റെ മകൾ BJP പോകുമ്പോൾ കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും തലമുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ ലെഗസി എന്ന് പറയുന്നത് അത് BJP ഒരിക്കലും അവകാശപ്പെടാൻ കഴിയുന്നതല്ല, അത് കോൺഗ്രസിന് തന്നെയാണ് എന്നത് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും പത്മജ പോകുമ്പോൾ കരുണാകരനെ അനുകൂലിക്കുന്നവരൊക്കെ പത്മജയ്ക്കൊപ്പം പോയി എന്നൊക്കെ ഒരു തോന്നലെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനെ വളരെ, എനിക്ക് തോന്നുന്നു, കോൺഗ്രസ് അടുത്ത കാലത്ത് എടുത്ത സ്ഥാനാർത്ഥി നിർണയത്തിലെടുത്ത ഏറ്റവും തന്ത്രപരമായ ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കെ മുരളീധരനെ പോലെ ഒരാൾക്ക്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇടതുമുന്നണി അത് നേരത്തെ മുൻകൂട്ടി കണ്ട് ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPI സംബന്ധിച്ച് CPI കഴിഞ്ഞ തവണ ഒരു മണ്ഡലത്തിലും ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരിടത്ത് എങ്കിലും ജയിക്കുക എന്നുള്ളത് CPIക്ക് ഏറ്റവും പ്രധാനമാണ്. CPIക്ക് കേരളത്തിലെ 4 മണ്ഡലങ്ങളിൽ ജയസാധ്യത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. നേരത്തെ CN ജയദേവൻ അവിടെ MP ആയിരുന്നാണ്, VV രാഘവൻ MP ആയിരുന്നാണ്. അങ്ങനെ CPIയെ സംബന്ധിച്ചിടത്തോളം 1 വട്ടം MP ഉണ്ടായിരുന്ന ഒരു സ്ഥലം. 87 മുതലാണെന്ന് തോന്നുന്നല്ലേ ഇവിടെ കോൺഗ്രസ് ജയിച്ചു തുടങ്ങിയത്. ഒരു 80-87 വരെയൊക്കെ ആ തുടക്കം മുതൽ തന്നെ തുടർച്ചയായിട്ട് P. ആന്റണിയാണ് വരുന്നത്. P. ആന്റണിക്ക് ശേഷം പിന്നീട് PC ചാക്കോ വന്ന് വിജയിക്കുന്നു. പിന്നീട് അതിനുശേഷമാണ് വീണ്ടും CPI അത് തിരിച്ചു പിടിക്കുന്നു. പക്ഷെ അതിനുശേഷമുള്ള എല്ലാ വർഷവും പരിശോധിച്ച് നോക്കിയാൽ ഒരിക്കൽ LDF ഒരിക്കൽ UDF എന്നുള്ള കണക്കിൽ തന്നെയാണ് ഇവിടെ
ജയിക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തെ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ പാർട്ടിക്ക് ആധിപത്യമുണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ ജയിക്കാൻ കഴിയില്ല, അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണത്തെ അതിന് തൊട്ട് മുമ്പിൽ തവണത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥികളെ മാറ്റി കൂടിയാണ് മത്സരിച്ചത് കോൺഗ്രസ്. ചാലക്കുടിയിലെയും തൃശ്ശൂരിലെയും സ്ഥാനാർത്ഥികളെ PC ചാക്കോയും അതോടൊപ്പം തന്നെ